സംസ്ഥാനത്ത് റബ്ബർ, തേങ്ങ തുടങ്ങിയ കാർഷിക ഉൽപ്പന്നങ്ങളുടെ വില ഇടിയാൻ തുടങ്ങിയിട്ട് നാളുകുറയായി. റബ്ബർ ആണെങ്കിൽ കെ.എം. മാണിയും കോൺഗ്രസുകാരും ഭരിച്ച് ഒരു വഴിക്കാക്കി വച്ചിരിക്കുകയാണ്. UDF-ഉം വിട്ട് ഭരണവും ഇല്ലാതായതോടെ കെ.എം. മാണിക്ക് റബ്ബർ വിലയിടിവ് ഓർത്ത് വലിയ സങ്കടം. അങ്ങനെ നിയമസഭയിൽ ഒരു അടിയന്തര പ്രമേയ ആവശ്യം കൊണ്ടുവന്നു. പ്രതിപക്ഷവും മാണിക്കൊപ്പം പിന്തുണയുമായി എത്തി. മാണിക്കാണെങ്കിൽ മന്ത്രി കസേര നഷ്ടപ്പെട്ടതോടെ അടിയന്തര പ്രമേയ ആവശ്യമൊക്കെ എങ്ങനെ അവതരിപ്പിക്കണം എന്ന കാര്യത്തിലും ആകെ ഒരു അന്തിപ്പാണ്. സാധാരണ ആവശ്യം ഉന്നയിച്ച് മന്ത്രിയുടെ മറുപടിക്ക് കാത്തുനിൽക്കുകയാണ് വേണ്ടത്. മാണിക്ക് ആവശ്യം ഉന്നയിച്ച് പ്രസംഗവും തീർത്ത് വേഗം വാക്കൗട്ട് നടത്തി ഇറങ്ങിപ്പോകാനാണ് തോന്നിയത്. അതിന് പരിഹാരമായിട്ടുള്ള ചില നിർദ്ദേശങ്ങൾ വരണം. ആ നിർദ്ദേശങ്ങൾ ഇല്ലാത്തതിന്റെ പേരിൽ സർ ഇതിനെ പ്രതിഷേധിച്ചുകൊണ്ട് അങ്ങ് സഭ നിർത്തിവെച്ച് ചർച്ച ചെയ്യണമെന്ന് അങ്ങയുടെ ആവശ്യം പറയൂ. അതെ, സഭ നിർത്തിവെച്ച് ചർച്ച ചെയ്യണോ? നിർത്തിവെക്കുന്നില്ലല്ലോ. കേൾക്കട്ടെ. മാണി അങ്ങനെ സീറ്റിൽ തന്നെ ഇരുന്നു. അപ്പോഴുണ്ട് സാക്ഷാൽ PC ജോർജ് എഴുന്നേൽക്കുന്നു. അന്നൊരിക്കൽ ഇതേ ആവശ്യത്തിൽ അടിയന്തര പ്രമേയ ആവശ്യത്തിന് നോട്ടീസ് കൊടുത്ത് ഓടിപ്പോവുകയും ആവശ്യം തന്നെ റദ്ദാക്കപ്പെടുകയും പിന്നാലെ വന്ന PC ജോർജ് സബ്മിഷൻ ഉന്നയിച്ച് റബ്ബർ കർഷകർക്ക് വേണ്ടി വാദിക്കുകയും ചെയ്ത സംഭവം ആവേശത്തോടെ ഓർമ്മിക്കുകയാണ്. മാത്രമല്ല, മാണിക്കിട്ട് PC ഈ സാഹചര്യത്തിൽ 2 കൊട്ടു കൊടുക്കുകയും ചെയ്തു. മാണിയെ പാലായിൽ ബന്ധുക്കളുടെ പേരിൽ കർഷകരെ കൊടുക്കുന്ന കള്ളക്കച്ചവടം നടത്തുന്ന ആളായും കൊള്ളക്കാരനായും കർഷകരുടെ അന്തകനായുമെല്ലാം PC ചിത്രീകരിച്ചു. സർക്കാരാണെങ്കിൽ എല്ലാ തട്ടിപ്പുകാരെയും പിടിക്കുമെന്നും പ്രഖ്യാപിച്ചു. PC-യുടെ വാക്കുകൾ കേട്ടാൽ എങ്ങനെ മാണി ഇറങ്ങിപ്പോകാതിരിക്കും? റബ്ബർ വിലയിടിവിനെ പറ്റി, തേങ്ങയുടെ വിലയിടിവിനെ പറ്റി ഒക്കെ പറയുന്നത് വളരെ സത്യസന്ധമാണ് സർ. പക്ഷേ ഈ റബ്ബർ സംഭരണവും തേങ്ങാ സംഭരണവുമായി ബന്ധപ്പെട്ടുകൊണ്ട് കേരള സർക്കാരിൻ്റെ കോടികൾ കട്ടുമുടിച്ച സംഘങ്ങളുണ്ട്. ആ സംഘങ്ങൾ ഞാൻ എൻ്റെ ആരുടെയും പേരൊന്നും ഇവിടെ പറയുന്നില്ല. ബഹുമാനയുടെ മുഖ്യമന്ത്രിയുടെ മുമ്പിലും ഞാൻ അന്ന് സബ്മിഷൻ ചൂണ്ടിക്കാണിച്ചതാണ്. പാലായിൽ തന്നെയുണ്ട് സർ. പാലായിലെ ഒരു സഹകരണ സംഘം കർഷകർക്ക് 300 കോടി രൂപ കൊടുക്കാണ്ട് റബ്ബർ കൃഷിക്കാർക്ക് പാല് സംഭരിച്ചതാണ്. വാ, ശരി തന്നെടേ. ഞാൻ 10 പൈസക്ക് അണ്ടിപ്പരിപ്പുകൾ വിറ്റ് നടന്നിട്ടുണ്ടേ. അന്ന് എന്റെ കൂടെ നീ ഉണ്ടായിരുന്നല്ലേ കാച്ചിലിട്ട് വിൽക്കാൻ. കുബേരയായിട്ടല്ല, കുമാരനായിട്ട്. നീ എന്നാണ് കുബേര ആയത്? പാലായിൽ തന്നെയുള്ള മറ്റൊരു സംഘം സർ, മീനച്ചി താലൂക്ക് മുഴുവനും കൂടി 30 കൊല്ലം തേങ്ങ ഇട്ടാലും തീരുകയില്ല. അത്രയും തേങ്ങ ഒരു കൊല്ലം കൊണ്ട് മേടിച്ചെന്നും പറഞ്ഞ് മേടിച്ച് നമ്മുടെ കോടികൾ കട്ടിട്ടുണ്ട്. സാറന്മാര് കേൾക്കണം കേട്ടാ. ഒരു പാതി രാത്രിയിൽ മലബാറിൽ നിന്ന് വരണ ഏതോ ലാറിയിൽ അണ്ടിച്ചാക്കും പ്രതീക്ഷിച്ച് അടിവാരത്തിലെ റോട്ടിന്റെ മൂലയ്ക്ക് നിന്ന് നിനക്ക് ചാക്ക് മാറി കിട്ടിയത് പൂത്ത പണച്ചാക്കല്ലേടേ. അന്ന് മുതലേ നീ കുബേരയായത്. അത് പാതി നക്കാൻ നിനക്കും തന്നില്ലൂടെ? അന്ന് മുതലല്ലേ നീ പ്രഭുവായത്. വിജിലൻസ് റിപ്പോർട്ട് ഇവിടെ ഇരിപ്പുണ്ട്. ഇതൊക്കെ മുക്കി വെച്ചിരിക്കുകയായിരുന്നു. ആ റിപ്പോർട്ടൊക്കെ ഒന്ന് എടുത്തിട്ട് ഈ കള്ളന്മാരുടെ പേരിൽ നടപടി സ്വീകരിക്കാൻ തന്റെ ഇടമുണ്ടോ ഈ ഗവൺമെന്റിന്? ഒരു സംശയം PC ജോർജിന് വേണ്ട. ഈ കട്ടുമുടിച്ചവന്മാരെയൊക്കെ ഒന്നൊന്നായി പുറത്തു കൊണ്ടുവരാൻ അന്വേഷണം നടന്നുകൊണ്ടിരിക്കുകയാണ്. അതിലൊന്നും ആരും സംശയമൊന്നും വേണ്ട. പറഞ്ഞ ഞാൻ തെണ്ടിത്തരം പറയും. നിനക്കെന്നെ അറിഞ്ഞൂടാ. നീ കൂടുതൽ ആളാവില്ല കേട്ടാ. നമുക്ക് ചർച്ചകൾ തുടരാൻ നിന്റെ മറ്റവൻ വരും. എനിക്ക് സമയമില്ല. ഇതിനൊന്നും ഒരു പ്രതികരണ ശേഷിയും ഇല്ലാത്ത ഈ ഗവൺമെന്റിന്റെ നിസ്സംഗതയെ പ്രതിഷേധിച്ചുകൊണ്ട് ഞാനും എന്റെ പാർട്ടിയും വാക്കൗട്ട് നടത്തും. മാണി ഇറങ്ങിപ്പോകുമ്പോൾ പ്രതിപക്ഷവും മാണിക്കൊപ്പം നിന്നു. മാണി UDF ഇട്ടിരിക്കുന്ന ആളല്ലേ. എന്നാലും മാണിയുടെ പ്രമേയ ആവശ്യത്തിൽ ചെന്നിത്തലയും UDF-ഉം ഒന്നാകെ വാക്കൗട്ട് നടത്തി. വാക്കൗട്ട് പ്രസംഗങ്ങൾ നിയമസഭയുടെ കാലങ്ങളായുള്ള ഒരാചാരം കൂടിയാണ്. ആചാര പ്രസംഗങ്ങൾ അപ്പോൾ ആരംഭിക്കാം. ആദ്യം മാണിയുടേത് കഴിഞ്ഞ സ്ഥിതിക്ക് ഇനി ചെന്നിത്തല. കേന്ദ്രത്തിൽ ഭരിക്കുന്ന BJP ഗവൺമെന്റിന്റെയും കേരളത്തിലെ LDF ഗവൺമെന്റിന്റെയും ഈ കർഷക ദ്രോഹ നടപടികൾ പ്രതിഷേധിച്ചുകൊണ്ട് സർ ഞാനും എന്റെ പാർട്ടിയും വാക്കൗട്ട് ചെയ്യുകയാണ്. ചെന്നിത്തലയ്ക്ക് പിന്നാലെ പതിവ് പോലെ PK കുഞ്ഞാലിക്കുട്ടി. ഏതായാലും ശരി, ഇനിയും നിയമസഭ ഉണ്ട്, അല്ലെങ്കിൽ വേറെ സമയം ഉണ്ടാവും, അല്ലെങ്കിൽ മുഖ്യമന്ത്രിക്കും കൃഷിമന്ത്രിക്കും ഒക്കെ വേറെ ഓപ്പർച്യൂണിറ്റി ഉണ്ട്. ഇത് ഗൗരവത്തിൽ എടുക്കണം എന്നാണ് ഞങ്ങൾക്ക് പറയാനുള്ളത്. ഏതായാലും ഇപ്പോൾ ചർച്ചയ്ക്ക് എടുക്കാത്ത കാര്യത്തിൽ പ്രതിഷേധിച്ചുകൊണ്ട് ഞങ്ങൾ ഇറങ്ങിപ്പോകും. അടുത്തത് അനൂപ് ജേക്കബ്. ഇക്കാര്യത്തിൽ അത് കർഷക സ്നേഹം സംസാരിക്കുമ്പോൾ അതെല്ലാ അർത്ഥത്തിലും ഉണ്ടാവണം എന്നുള്ളതാണ് എനിക്ക് സൂചിപ്പിക്കുവാനുള്ളത്. എന്തായാലും ഈ വിഷയങ്ങൾ ചർച്ച ചെയ്യാൻ തയ്യാറാവത്തിൽ പ്രതിഷേധിച്ചുകൊണ്ട് ഞാനും ഈ വാക്കൗട്ടിൽ പങ്കുചേരും. അപ്പോൾ പ്രതിപക്ഷത്തിന്റെ കോറം തികഞ്ഞു. എല്ലാം കഴിഞ്ഞ് അത്യപൂർവമായ ഒരു കാഴ്ചയുണ്ട്. സ്വതന്ത്രനായ PC ജോർജിന്റെ വാക്കൗട്ട്. PC ഇറങ്ങിപ്പോകുമ്പോൾ നേരത്തെ ഇറങ്ങിപ്പോയ മാണിക്കിട്ട് 2 കൊട്ടും കൊടുക്കുന്നുണ്ട്. അത് കേൾക്കേണ്ടതാണ്. ഇതെല്ലാം കൂട്ടി നിന്ന് ഓശാന പാടിക്കൊടുത്ത്
കർഷകരുടെ പ്രേമം പറഞ്ഞുകൊണ്ട് ചില കക്ഷികൾ ഈ സഭയിൽ വന്ന് നടത്തുന്ന ഈ പേക്കൂത്തിൽ എനിക്ക് അമർഷമുണ്ട് സാർ. യെസ്. ഇത് കോപ്രായമാണ്, പറയാതിരിക്കാൻ പറ്റില്ല സാർ. ഞാൻ തന്നെ ഇവിടെ റബ്ബർ വിലയുടെ ഇടിവിനെ സംബന്ധിച്ച്, കാർഷിക വിലയുടെ ഇടിവിനെ സംബന്ധിച്ച് സബ്മിഷൻ ഉന്നയിച്ചപ്പോൾ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി വളരെ വ്യക്തമായ ഉത്തരം ഈ സഭയിൽ പറഞ്ഞതാണ്. അത് പോരാ, ഇത് എന്റെതാണ് എന്ന നിലയിൽ ഇന്ന് ഈ കർഷക ഒരു പ്രമേയം കൊണ്ടുവന്നിരിക്കുക, എന്നിട്ട് വാക്കൗട്ട് നടത്തുക. സാർ, അവർ വാക്കൗട്ട് നടത്തേണ്ടത്, ബഹുമാനപ്പെട്ട രമേശ് ചെന്നിത്തല വാക്കൗട്ട് നടത്തേണ്ടത് UPA ഗവൺമെന്റ് തെറ്റായ നടപടിക്കെതിരെയാണ്. ശ്രീ KM മാണി വാക്കൗട്ട് നടത്തേണ്ടത് അദ്ദേഹത്തിന്റെ കാലത്ത് കർഷക ദ്രോഹ നടപടികൾ സ്വീകരിച്ച ഉമ്മൻചാണ്ടി ഗവൺമെന്റിനെതിരെയാണ്. അതിന് പകരം ഇവിടെ വന്ന് ഈ വൃത്തികൾ കാണിക്കുന്ന കർഷക വഞ്ചനയാണ്. അതുകൊണ്ട് കർഷകരെ ആത്മാർത്ഥമായി സ്നേഹിക്കുന്ന ഞാൻ, എന്നെ സംബന്ധിച്ചിടത്തോളം കേന്ദ്ര ഗവൺമെന്റിന്റെ UPA ഗവൺമെന്റിന്റെയും അതോടൊപ്പം ഇപ്പോൾ നടത്തിയ NDA ഗവൺമെന്റിന്റെയും കർഷക വിരുദ്ധ നയത്തെ പ്രതിഷേധിച്ചുകൊണ്ട് ഞാൻ വാക്കൗട്ട് നടത്താണ് സാർ. ഇനി ഒരാൾ മാത്രം ബാക്കിയുണ്ട്, BJPയുടെ സാക്ഷാൽ O രാജഗോപാൽ. ഓരോ വാക്കൗട്ടിലും രാജേട്ടന് വലിയ ധർമ്മസങ്കടമാണ്. ഒരു വാക്കൗട്ടിലും പങ്കെടുക്കാൻ കഴിയാതെ അതുകൊണ്ട് തന്നെ ഇങ്ങനെ ഇരിപ്പാണ്. പങ്കെടുത്താൽ കേന്ദ്രത്തിനെ തള്ളിപ്പറയൽ, പങ്കെടുത്തില്ലെങ്കിൽ പിണറായി സർക്കാരിനുള്ള പിന്തുണ. ശത്രുക്കൾ തരാതരം പോലെ അങ്ങനെ വ്യാഖ്യാനിക്കുകയാണ്. അതുകൊണ്ട് തൽക്കാലം വാക്കൗട്ടിൽ പങ്കെടുക്കാതെ ഇങ്ങനെ ഇരിക്കാൻ തീരുമാനിച്ചു. എല്ലാവരും ഇറങ്ങിപ്പോയ അപൂർവ ദിനമായ ഇന്നും രാജേട്ടൻ അവിടെ തന്നെ ഇരുന്നു എന്ന്. ഇരിപ്പുറക്കാതെ ആനകളെ തേടിപ്പോയ മന്ത്രിയുടെ കഥ രസകരമാണ്. അതൊരു ഇടവേള കൂടി കഴിഞ്ഞ്. കല്യാണി എന്ന് പറഞ്ഞിട്ട് അതിന് കൊമ്പുണ്ടല്ലോ. അത് കൊമ്പല്ലടാ മണ്ട, തേച്ചാ.